എത്ര കോടി ക്ലബ് കയറും? ഒരു 100 തുടങ്ങാം, പിന്നെ അങ്ങോട്ട് നോക്കാം. അതൊക്കെ നിസ്സാരോട്ട് അടിക്കും. എങ്ങനെയുണ്ട്? മാസമാണ് നിങ്ങ എന്റെ ശബ്ദം പോയിക്കണ് വെച്ചാല് മാസ് പടം എല്ലാ ഫൈറ്റ് സീൻസും എല്ലാം കൂടി എന്താ വെച്ചാൽ ഒച്ചെടുത്ത് എനർജി ഒക്കെ പോയിരിക്കണാണ് ഇപ്പൊ. ഓണം തൂക്കോ? പിന്നെ ഓണം തൂക്കിയിരിക്കും എന്തായാലും. വാല്യൂ ഫോർ മണിയാണ്. ലാലേട്ടന്റെ ക്യാമിയോ റോൾ എങ്ങനെയുണ്ട്? നൈസാണ്. രാജേട്ടന്റെ മോഹൻലാലിന്റെ ഒക്കെ കോമ്പോ നല്ല നൈസാണല്ലോ. അടിപൊളി. ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫൈറ്റ് ഒക്കെ അടിപൊളിയാണ് ബ്രോ. എന്ന് വെച്ചാല് നമ്മ സമയം പോണ അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ. എന്ന് വെച്ചാൽ നമ്മ അതിലായിട്ട് അങ്ങോട്ട് ലയിച്ചു പോകും. എന്തുണ്ട് കിടിലം പടവും സൂപ്പർ, ഒന്നും പറയില്ല. ആക്ഷനും പിന്നെ മോഹൻലാലിൻ്റെയും രാജുവേട്ടൻ്റെയും ഒക്കെ കോമ്പോ അടിപൊളിയാണ്. കിടിലം പടമാണ്. പിന്നെ കുറേ ക്യാമിയോ ഒക്കെ ഉണ്ട്, നൈസാണ്, എല്ലാവരും കാണാം. പിന്നെ അത് തന്നെ ലാലേട്ടൻ്റെ കാമിയോ കിടിലനാണ്. ലാസ്റ്റ് പവറാണ്, ഒന്നും പറയില്ല. ക്ലൈമാക്സ് ഒക്കെ പൊളിയാണ്, ഒന്നും പറയില്ല. മ്യൂസിക് ആയാലും എല്ലായാലും അടിപൊളിയാണ്, നൈസാണ്. ഓണം തൂക്കി അത് തന്നെ. നാളെ വേറെ പടങ്ങളൊക്കെ ഇറങ്ങുമല്ലോ, നമുക്ക് നോക്കാം. എന്നാലും പ്രതീക്ഷയുണ്ട്. കിടിലം പടം. ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയാണ്. അത് മേക്കിംഗ് ആയാലും എന്തോ എല്ലാം കൊണ്ടും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ചേട്ടാ സൂപ്പർ പടം, നല്ല പടം. മുതലാണ് കൊടുക്കണാശിനെ മുതലാണ് പടം. പടം ചെയ്യാൻ മോഹൻലാലിന്റെ പവർ ശബ്ദമൊക്കെ പോയിട്ടോ. പൊന്നുപടം ക്യാമറ സൂപ്പറാണ് ചേട്ടാ. അവനോട് അടിപൊളി പടവും. എന്ത് ആക്ഷൻ കാണാൻ ഇഷ്ടമുള്ളവർക്ക് പടം എന്തായാലും ക്ലൈമാക്സ് ആണ് തിയേറ്റർ കത്തിയത്. ലാലേട്ടൻ വന്നൊരു കുലുക്കങ്ങട് കുലുക്കി പുറകെ അടിപൊളിയാണ്. തിയേറ്ററിൽ വരൂ, പടം കാണൂ, സൂപ്പറായിരിക്കും. സൂപ്പർ പടം. ഓണം തൂക്കോ? ഓണം തൂക്കും. 2 പടം തൂക്കട്ടെ. നാളെ ഇറങ്ങണ വിംപുളിയുടെ പടവും തൂക്കട്ടെ, ഇതും തൂക്കട്ടെ. പക്ഷെ ഇതെന്തായാലും താന്നു പോകൂല, അത് ഉറപ്പാ. ഇതൊരു ആക്ഷൻ പടം ആയതുകൊണ്ട് ആക്ഷൻ ഫാൻസിനുള്ള എത്ര കോടി ക്ലബ് കയറും? ഒരു 100 തുടങ്ങാം, പിന്നെ അങ്ങോട്ട് നോക്കാം. ലാലേട്ടനിലോണ്ട് 100 അതൊക്കെ നിസ്സാരോട്ട് അടിക്കും.